ഹലോ സ്റ്റുഡൻസ്, ഫിഫ്ത്ത് സെമസ്റ്റർ ഡിപ്ലോമയിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റാണ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ്. അതിൽ മൊഡ്യൂൾ 1 നമുക്ക് പഠിക്കാനുള്ളത് കൺസ്ട്രക്ഷൻ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ എന്താണ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്? ലോകത്ത് ഒരുപാട് കൺസ്ട്രക്ഷൻ കമ്പനീസ് ഉണ്ട്. വൻകിട കമ്പനികളുണ്ട്, ചെറുകിട കമ്പനികളുണ്ട്. ഇവയെല്ലാം നിലനിർത്തുന്നത് അവ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നതിലൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ്. ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ ക്വാണ്ടിറ്റി സർവേയിങ്, കോൺക്രീറ്റ് ടെക്നോളജി, ഇനിയിപ്പോൾ ഡിസൈൻ ആയാലും നമ്മൾ ഈ ബീമും സ്ലാബും എല്ലാം നമ്മൾ കാണുന്നതാണ് അല്ലേ. പക്ഷേ ഇതിൽ വരുന്ന കാര്യങ്ങൾ ഒരുപാട് തിയറിയാണ്. അപ്പോൾ നമ്മൾ കുറേ ടെക്നിക്കൽ വേർഡ്സ് നമുക്ക് പഠിക്കേണ്ടി വരും, പ്രോബ്ലംസ് കുറവായിരിക്കും. അപ്പോൾ എന്താണ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ, ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഓണർ ഉണ്ടായിരിക്കും അല്ലേ. ആ ഓണർ ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആവാം, എങ്ങനെ വേണമെങ്കിലും ആയിരിക്കും. അവരെന്ത് ചെയ്യും? ആ കൺസ്ട്രക്ഷൻ വർക്ക് മാനേജ് ചെയ്യും. ഈ കൺസ്ട്രക്ഷൻ വർക്ക് മാനേജ് ചെയ്യാന്ന് വരുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ വരും. പ്രൊജക്റ്റ് വർക്കിൻ്റെ ഷെഡ്യൂൾ വരും. അതായത് ഒരു വർക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും, എപ്പോൾ എൻഡ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ. കോസ്റ്റ് വരും. കോസ്റ്റ് പറയുമ്പോൾ മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, മെഷീൻ കോസ്റ്റ്, അങ്ങനെ ഒരുപാട് കോസ്റ്റ് വരും. പിന്നെ അതുപോലെ ക്വാളിറ്റി, നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി, നമ്മൾ യൂസ് ചെയ്യുന്ന വർക്കേഴ്സിൻ്റെ ക്വാളിറ്റി, നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻസിൻ്റെ ക്വാളിറ്റി, ഇതെല്ലാം വരും. ഇതാണ് ഒരു കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം? ഒരു മേൽനോട്ടം വേണം അല്ലേ. ആ വർക്ക് എല്ലാം കൂടി എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം. അതിനൊരാൾ വേണം. ടോട്ടൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുക. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്. എ പ്രൊജക്റ്റ് എക്സിസ്റ്റ് ഫോർ എ ഫിക്സഡ് ഡ്യൂറേഷൻ ഓഫ് ടൈം. അതായത് ഒരു പ്രൊജക്റ്റിന് ഒരു ഫിക്സഡ് ടൈം ഉണ്ടായിരിക്കും. അതായത് ആ വർക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും, എപ്പോൾ എൻഡ് ചെയ്യുമെന്ന് നമുക്ക് കറക്റ്റ് അറിയണം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സ്കൂൾ ബിൽഡിംഗ് ആണ് കൺസ്ട്രക്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സൈറ്റൊക്കെ ക്ലിയർ ചെയ്യും അല്ലേ. പിന്നെ നമ്മൾ എക്സ്കവേഷൻ ചെയ്യുമ്പോൾ നമ്മളെന്താ, ഇന്ന ഡേറ്റിൽ നമ്മൾ എക്സ്കവേഷൻ ചെയ്യും. അത് ചെയ്തിട്ട് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്യും. നമ്മളത് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. പിന്നെ എക്സ്കവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫൗണ്ടേഷൻ നമ്മൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് നമ്മൾ കറക്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതാണ് ഒരു ഫിക്സഡ് ടൈം ഉണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എ പ്രൊജക്റ്റ് സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് പ്രിപ്പറേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഓപ്പറേഷൻ ഫേസസ്. ഒരു പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ ആദ്യം നമ്മളത് പ്രിപ്പയർ ചെയ്യും. പ്രൊജക്റ്റ് ആദ്യം പ്രിപ്പയർ ചെയ്യും. എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? പ്രിപ്പയർ ചെയ്യും. പിന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതായത് അത് അപ്ലൈ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അത് പ്രവർത്തിപ്പിക്കും. അതായത് നമ്മളത് ചെയ്യും. ഈച്ച് പ്രൊജക്റ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഫിനിഷ് ഓർ കംപ്ലീഷൻ. ഓരോ വർക്കിനും അതിൻ്റേതായ കംപ്ലീഷൻ ഉണ്ട്. അതായത് നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ അത് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. കൺസ്ട്രക്ഷൻ പ്രൊജക്ട് ജനറലി എംപ്ലോയ് ഹൈ വാല്യൂ ആൻഡ് ഹ്യൂജ് റിസോഴ്സ് ഓഫ് മെൻ, മെറ്റീരിയൽസ് ആൻഡ് മെഷീൻസ്. നമ്മുടെ പ്രൊജക്റ്റിൽ നമുക്ക് ഹ്യൂജ് നമ്പർ ഓഫ് മെൻ, ലേബേഴ്സിന് ആവശ്യം വരും, മെറ്റീരിയൽസിന് ആവശ്യം വരും, മെഷീൻസിന് ആവശ്യം വരും. എ പ്രൊജക്റ്റ് ഈസ് ഡൈനാമിക് ഇൻ നാച്ചർ ആൻഡ് ഈസ് സബ്ജക്റ്റഡ് ടു മെനി ചേഞ്ച് ഡ്യൂറിങ് ഇറ്റ്സ് ലൈഫ് സ്പാൻ. അപ്പോൾ നിങ്ങളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങൾ പ്ലാൻ ചെയ്ത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ വർക്ക് കംപ്ലീറ്റ് ആയിക്കൊള്ളണം എന്നില്ല. ഒരു എക്സാമ്പിൾ, നിങ്ങളൊരു വീട് കൺസ്ട്രക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു വീട് കൺസ്ട്രക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 2 ബെഡ്റൂം, അതിലൊരെണ്ണം അറ്റാച്ച്ഡ് ആണെന്നാണ് നമ്മൾ ആദ്യം തീരുമാനിച്ച്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? അത് പിന്നെ നമുക്ക് മാറ്റണം തോന്നി, 2ഉം അറ്റാച്ച്ഡ് മതിയെന്നായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ പ്ലാൻ ചേഞ്ച് ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച പോലെ തന്നെ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നില്ല. ആ വർക്കിൻ്റെ ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ചസ് വരുത്താം. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ്. എന്താണ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾ? ഫസ്റ്റ് വൺ, സ്പെഷ്യലൈസേഷൻ ഓഫ് ലേബർ. സെക്കൻഡ് വൺ, അതോറിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, റിമ്യൂണറേഷൻ, സെൻട്രലൈസേഷൻ ആൻഡ് ഓർഡർ. ഇനി ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സ്പെഷ്യലൈസേഷൻ ഓഫ് ലേബർ. അതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ പറയുന്നുണ്ട് സ്പെഷ്യലൈസേഷൻ ഓഫ് ലേബർ. നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ അതിൻ്റെ ഹെഡിങ്ങിൽ ആദ്യം എന്താണ് പറയുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക.
അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. സ്പെഷ്യലൈസേഷൻ ഓഫ് ലേബർ എന്ന് വെച്ചാൽ എന്താ? സ്പെഷ്യലൈസ് ചെയ്യുക, അതായത് ഒരു വർക്ക് ചെയ്യാൻ അറിയുന്ന ലേബറെ കൊണ്ട് മാത്രം ആ വർക്ക് ചെയ്യിപ്പിക്കുക. സ്പെഷ്യലൈസേഷൻ ഇൻക്രീസ് ഔട്ട്പുട്ട് ബൈ മേക്കിംഗ് എംപ്ലോയീസ് ഓർ മോർ എഫിഷ്യൻറ്റ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ അറിയുന്ന ആളെ കൊണ്ട് തന്നെ പെയിൻറ്റ് ചെയ്യണം അല്ലേ? പെയിൻറ്റിങ്ങിൽ സ്കിൽഡ് ആയിട്ടുള്ള ലേബറെ കൊണ്ട് തന്നെ പെയിൻറ്റ് ചെയ്യിപ്പിക്കണം. ആളെ കൊണ്ടുപോയിട്ട് മേസൻട്രി വർക്ക് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. മേസൻട്രി വർക്ക് നന്നായി ചെയ്യാൻ അതിനുള്ള സ്കില്ലുള്ള ആളെ കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? മേസൻട്രി വർക്ക് ചെയ്യണം. ആളെ പിടിച്ചിട്ട് പ്ലംബിങ്ങിന് കൊണ്ടുപോയിട്ട് കാര്യമില്ല. അതാണ് ഇവിടെ പറയുന്നത് സ്പെഷ്യലൈസേഷൻ ഓഫ് ലേബർ അലോസ് ദി ഇൻഡിവിജ്വൽ ടു ബിൽഡ് അപ്പ് എക്സ്പീരിയൻസ് ആൻഡ് കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ഹിസ് സ്കില്ല്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആൾക്ക്, ആ വർക്കേഴ്സിന് അവരുടെ സ്കില്ല് എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ദെർബൈ ഹീ ക്യാൻ മോർ പ്രൊഡക്റ്റീവ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും. ദ എയിം ഓഫ് സ്പെഷ്യലൈസേഷൻ ഈസ് ടു അച്ചീവ് ദ മാക്സിമം എഫിഷ്യൻസി ഫ്രം ലേബേഴ്സ്. അതായത് സ്പെഷ്യലൈസേഷൻ്റെ എയിം എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ലേബേഴ്സിൻ്റെ മാക്സിമം എഫിഷ്യൻസി എന്ത് ചെയ്യുക? നമുക്കവിടെ കിട്ടണം. അതാണ് സ്പെഷ്യലൈസേഷൻ ഓഫ് ലേബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് അതോറിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ്. അതോറിറ്റി ഈസ് ദ റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ് ആൻഡ് ദി പവർ ടു ഒബ്റ്റെയിൻ ഒബീഡിയൻസ്. അതായത് അതോറിറ്റി എന്ന് വെച്ചാൽ എന്താ? അവകാശമാണ്. അവകാശം, ഓർഡർ ചെയ്യാനുള്ള അവകാശം, കമാൻഡ് ചെയ്യാനുള്ള അവകാശം. അതൊരു വ്യക്തിയുടെ ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു വ്യക്തിയുടെ ആയിരിക്കാം, ചിലപ്പോൾ അതെന്തായിരിക്കാം? ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കാം. നെക്സ്റ്റ് ഡിസിപ്ലിൻ. ഏതൊരു കാര്യത്തിനും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് എന്ത്? ഡിസിപ്ലിൻ അല്ലേ? എംപ്ലോയീസ് മസ്റ്റ് ഒബേ ആൻഡ് റെസ്പെക്ട് ദി റൂൾസ്. എംപ്ലോയീസ് എന്ത് ചെയ്യണം? റൂൾസ് ഒബേ ചെയ്യണം. അവരെന്ത് ചെയ്യണം? അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. ഗുഡ് ഡിസിപ്ലിൻ ഈസ് ദ റിസൾട്ട് ഓഫ് എഫക്റ്റീവ് ലീഡർഷിപ്പ്. ഒരു എഫക്റ്റീവ് ലീഡർഷിപ്പിൻ്റെ റിസൾട്ടാണ് എന്ത്? ഒരു ഗുഡ് ഡിസിപ്ലിൻ എന്നുള്ളത്. നെക്സ്റ്റ് യൂണിറ്റി ഓഫ് കമാൻഡ്. ആൻ എംപ്ലോയി ഷുഡ് റിസീവ് കമാൻഡ്സ് ഫ്രം ഓൺലി വൺ സുപ്പീരിയർ. അതായത് ഒരാൾക്ക്, ഒരു ലേബർക്ക് ഒരാളുടെ, അതായത് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്നാണ് എന്ത് കിട്ടാൻ പറ്റൂ? ഒരു കമാൻഡ് കിട്ടാൻ പറ്റും. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് ഒരു ബോസ് മതി. ഇപ്പോൾ നിങ്ങളെ ഒരു 3-4 പേര് വന്നിട്ട് കമാൻഡ് ചെയ്യാണ്, അങ്ങനെ ചെയ്യണം. അടുത്ത ആൾ പറയുകയാണ് അങ്ങനെയല്ല ചെയ്യേണ്ടത്, വേറെ രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ആകെ കൺഫ്യൂഷൻ ആവും. ഏത് വർക്കാണ് ചെയ്യേണ്ടത് എന്നുള്ള എന്ത് ചെയ്യും? ടോട്ടലി ആകെ കൺഫ്യൂസ്ഡ് ആവും അല്ലേ? അതാണ് പറയുന്നത് എന്താ? ഒരു എംപ്ലോയിക്ക് ഒരു ബോസ് മതി. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? എംപ്ലോയീസിന് ആകെ കൺഫ്യൂഷൻ വരും. അവിടെ ആകെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ചെയ്യുന്ന വർക്കിൽ എന്ത് ചെയ്യും? പ്രശ്നങ്ങൾ വരും. കറക്റ്റ് വർക്ക് ചെയ്യാൻ കഴിയില്ല. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. നെക്സ്റ്റ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ദിസ് പ്രിൻസിപ്പിൾ കാൾ ഫോർ വൺ മാനേജർ വൺ പ്ലാൻ. അതായത് ഒരു മാനേജർക്ക് ഒരു പ്ലാനും മതി. പല നേരത്ത് പല വർത്തമാനങ്ങൾ പറയരുത്. പറയുമ്പോൾ എന്ത് ചെയ്യണം? ഒറ്റ കാര്യം. ഒരു മാനേജർക്ക് എന്ത് ചെയ്യുക? ഒരു പ്ലാൻ. നെക്സ്റ്റ് റിമ്യൂണറേഷൻ. റിമ്യൂണറേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ ലേബേഴ്സും, അതായത് ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അധിക വർക്ക് ചെയ്യും അല്ലേ? ചിലപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ഓരോരുത്തരും അവർ അധിക വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് സംതൃപ്തി തരുന്ന, അവർക്ക് അവകാശപ്പെടുന്ന എന്ത് കൊടുക്കണം? കൂലി കൊടുക്കണം. അതിലെന്ത് ചെയ്യരുത്? വിട്ടുവീഴ്ചയൊന്നും ചെയ്യരുത്. നെക്സ്റ്റ് സെൻട്രലൈസേഷൻ. ഡിക്രീസിങ് ദ റോൾ ഓഫ് സബ് ഓർഡിനേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഈസ് സെൻട്രലൈസേഷൻ. അതായത് ഒരു തീരുമാനമെടുക്കുമ്പോൾ കീഴുദ്യോഗസ്ഥർക്ക് അവിടെ സ്ഥാനമില്ലെങ്കിൽ അതെന്ത് പറയും? സെൻട്രലൈസേഷൻ എന്ന് പറയും. ഇൻക്രീസിങ് ദെയർ റോൾ ഈസ് ഡീസെൻട്രലൈസേഷൻ. അവർക്ക് അവരുടെ റോള് അവിടെ കൂടുതലാണെങ്കിൽ, അവർക്ക് അവിടെ റോൾ ഉണ്ടെങ്കിൽ അതിനെന്ത് പറയും? ഡീസെൻട്രലൈസേഷൻ എന്ന് പറയും. നെക്സ്റ്റ് ഓർഡർ. മെറ്റീരിയൽസ് ആൻഡ് പീപ്പിൾസ് ഷുഡ് ബി ഇൻ ദി റൈറ്റ് പ്ലേസ് അറ്റ് ദി റൈറ്റ് ടൈം. ഓർഡർ എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഓരോ മെറ്റീരിയൽസിനും അതിൻ്റേതായ സ്ഥലമുണ്ട്. അത് അവിടെ തന്നെ സൂക്ഷിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ പഴഞ്ചൊല്ലൊക്കെ പറയും അവനാനിരിക്കേണ്ട സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഓരോന്നിനും അതിൻ്റേതായ പ്ലേസ് ഉണ്ട്. അതെന്ത് ചെയ്യണം? അവിടെ തന്നെ സ്റ്റോർ ചെയ്യണം. അതുപോലെ തന്നെ ഓരോ വർക്കേഴ്സിനും അവരുടേതായ ഡ്യൂട്ടീസ് ഉണ്ട്. അതന്നെ അവർ ചെയ്യണം. നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്.
എന്തൊക്കെയാണ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ്? ഫസ്റ്റ് വൺ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ്, സെക്കൻഡ് വൺ ഓർഗനൈസേഷൻ, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, കോർഡിനേറ്റിംഗ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഓർഗനൈസിങ്ങിനെ പറ്റിയിട്ടാണ്. എന്താണ് ഓർഗനൈസേഷൻ, ഏതൊക്കെ ടൈപ്സ് ഓർഗനൈസേഷൻ ഉണ്ട് എന്നുള്ളത് ഞാൻ ഈ നോട്ടിൽ ഇതെല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ പഠിക്കാനുള്ളത് എന്താണ് ഓർഗനൈസിങ്, എന്താണ് ഓർഗനൈസേഷൻ. ജസ്റ്റ് ഇതെന്താണെന്ന് പറഞ്ഞു പോവാം. പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മൾ ആ വർക്ക് എങ്ങനെ, എന്തൊക്കെ രീതിയിൽ, ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ച്, ഏതൊക്കെ മെഷീൻസ് ഉപയോഗിച്ച്, എങ്ങനെയുള്ള ലേബേഴ്സിനെ ഉപയോഗിച്ച്, ഏത് ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത് ഏത് ടൈമിൽ എൻഡ് ചെയ്ത് നമ്മൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്യണം. ഇനി ഇങ്ങനൊരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ പോരാ, അതെന്ത് ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യണം. സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കണം, അവർക്ക് വേണ്ട ഡയറക്ഷൻ കൊടുക്കണം, അവരെന്താണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ നന്നായി പെയിൻറ്റ് ചെയ്യാൻ അറിയുന്ന ആളാണ്, അയാളെ വിളിച്ചു വരുത്തിയാൽ പോരാ, അയാൾക്ക് എവിടെ ഏത് കളർ ഉപയോഗിച്ച് എത്ര ടൈമിൽ എങ്ങനെ പെയിൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, അല്ലേ? എന്നാലേ അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ. നെക്സ്റ്റ് കൺട്രോളിങ്, അതായത് എല്ലാ ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ആണെങ്കിൽ അതിൽ പല ലേബേഴ്സ് ഉണ്ടാവും, അല്ലേ? ഇവരെല്ലാവരും എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. ഇവരെല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരെന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം. ഏതൊരു കാര്യത്തിലും കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ, ആ വർക്ക് സക്സസ് ആയി കംപ്ലീറ്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ എന്താണ് ഓർഗനൈസിങ്, എന്താണ് ഓർഗനൈസേഷൻ എന്ന് പഠിക്കാം. അതല്ലാണ്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ട് ബാക്കി എല്ലാത്തിൻ്റെയും നോട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് ഏതാ, ഓർഗനൈസേഷൻ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പറയാം എന്താണ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ഓർഗനൈസേഷൻ എന്താണ് ഓർഗനൈസേഷൻ? A group of persons united to achieve a common goal and defining the responsibilities and establishing the leadership with each other employed in the organization. എന്താണ് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ത് ചെയ്യുക, കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി, ഒരു ഗോളിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുക, ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുക. അത്രയേ ഉള്ളൂ ഓർഗനൈസേഷൻ. ഇപ്പോൾ നിങ്ങളാണെങ്കിൽ നിങ്ങളിപ്പോൾ ക്ലാസ്സിൽ ഒരു വടംവലി ടീം അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ടീമുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. അപ്പോൾ വടംവലി ആണെങ്കിൽ നിങ്ങളതിനെന്ത് ചെയ്യും, നിങ്ങൾ തന്നെ കപ്പ് വാങ്ങിക്കും, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ടീമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഒറ്റ ലക്ഷ്യമാണ് ആ കപ്പടിക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യും, പ്രയത്നിക്കും. അതാണ് ഒരു ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ. ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ എന്ത് ചെയ്യുക, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. അതാണ് ഓർഗനൈസേഷൻ. ഇനി ഏതൊക്കെ ടൈപ്പ് ഓർഗനൈസേഷൻ ഉണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ്. അതിൻ്റെ മുന്നേ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഓർഗനൈസേഷൻ പറയാം. ഫസ്റ്റ് വൺ, റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി ഷുഡ് ബി ഈക്വൽ ടു റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞാൽ കമാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമല്ല അവിടെ ഉള്ളത്, എന്തുണ്ട്, അവർക്ക് റെസ്പോൺസിബിലിറ്റിയും കൂടെ ഉണ്ട്. അതായത് അവകാശങ്ങൾ പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ, അവർക്ക് ചെയ്യാനുള്ള കടമകളും ഉണ്ട്. നെക്സ്റ്റ്, സ്പെഷ്യലൈസേഷൻ. എഫക്റ്റീവ് ഓർഗനൈസേഷൻ മസ്റ്റ് ഇൻക്ലൂഡ് സ്പെഷ്യലൈസേഷൻ. അത് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഓരോ വർക്കിനും എന്ത് ചെയ്യണം, സ്പെഷ്യലൈസ് ചെയ്ത ലേബേഴ്സ് തന്നെ വേണം. എന്നാലാണ് നമുക്ക് ആ വർക്കിൻ്റെ റിസൾട്ട് കിട്ടും. നെക്സ്റ്റ് വൺ, പേഴ്സണൽ എബിലിറ്റി. ഓർഗനൈസേഷൻ സ്ട്രക്ചർ മസ്റ്റ് എൻകറേജ് മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആൻഡ് എൻഷുർ ഒപ്റ്റിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. നെക്സ്റ്റ് വൺ, ഫ്ലെക്സിബിലിറ്റി. ഇറ്റ് ഷുഡ് ബി അഡാപ്റ്റബിൾ ടു ചേഞ്ചിങ് സർക്കംഫറൻസ്. അതായത് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ വേണം. അവിടെ ഒരിക്കലും ഇന്നിലാസ്റ്റിക് ആവരുത്. അതായത് ഒരു കടുംപിടുത്തം പിടിച്ച പോലെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു അറ്റ്മോസ്ഫിയർ, നമുക്ക് പ്രഷർ തരുന്നത്, അതായത് നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാണ്ട് നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടിപ്പിച്ച് വർക്ക് ചെയ്യിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഫ്ലെക്സിബിൾ ആയിരിക്കണം.
ഓക്കെ, വർക്കേഴ്സിന് ലേബേഴ്സിന് എന്ത് ചെയ്യണം, അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ, അവരുടെ സ്കില്ല് ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്ത് ചെയ്യണം, അവർക്കത് ഫ്ലെക്സിബിളായി വർക്ക് ചെയ്യാൻ കഴിയണം. നെക്സ്റ്റ് വൺ, കമ്മ്യൂണിക്കേഷൻ. ഏതൊരു കാര്യത്തിനും കമ്മ്യൂണിക്കേഷൻ നടന്നാൽ മാത്രമേ ബെറ്റർ റിസൾട്ട്, ഒരു ഗുഡ് റിസൾട്ട് കിട്ടൂ. എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സബ് സിസ്റ്റം ഈസ് എസെൻഷ്യൽ ഫോർ സ്മൂത്ത് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഫോർ എഫക്റ്റീവ് ബിസിനസ് പെർഫോമൻസ്. അതായത് തെറ്റ് കണ്ട തെറ്റ് എന്ന് പറയണം, അവിടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അപ്പോഴാണ് ആ മിസ്റ്റേക്ക് നമുക്ക് തിരുത്താൻ പറ്റൂ, അല്ലേ? അപ്പോൾ പിന്നെ അതുപോലെ നമ്മൾ നല്ലത് കണ്ടാൽ നല്ലത് എന്ന് പറയണം, അപ്പോഴാണ് ആ ലേബർക്ക് കുറച്ച് കോൺഫിഡൻസ് വന്നിട്ട് അടുത്ത വർക്കിലും ആ ഒരു എന്താണോ അവർ നല്ലത് ചെയ്തത് അവർക്കത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണം. പിന്നെ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ അത് പറയേണ്ടി വരും, അല്ലേ? ചിലപ്പോൾ നമുക്ക് പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പെയിൻറ്റിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്തു എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, അതവിടെ റിപ്പോർട്ട് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അപ്പോഴാണ് നെക്സ്റ്റ് പ്രോസസ്സിങ് നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ മാത്രമല്ല, ഏതൊരു ഫീൽഡ് എടുത്താലും കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നെക്സ്റ്റ്, സ്പാൻ ഓഫ് കൺട്രോൾ. നോ സുപ്പീരിയർ അറ്റ് എ ഹയർ ആൻഡ് ലെവൽ ഷുഡ് ഹാവ് മോർ ദാൻ 6 ഇമ്മീഡിയറ്റ് സബോർഡിനേറ്റ്. അതായത് ഒരാളുടെ കീഴിൽ, ഒരു മേലുദ്യോഗസ്ഥൻ്റെ കീഴിൽ 6-ലധികം സബോർഡിനേറ്റ് വേണ്ട. അങ്ങനെയായാൽ എന്താ പ്രശ്നം, 6-ലധികം ഒരുപാട് പേരുണ്ടെങ്കിൽ എന്താ, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു മേലുദ്യോഗസ്ഥൻ്റെ കീഴിൽ ഒരു 6 കീഴുദ്യോഗസ്ഥർ മതി, അതിൽ കൂടുതൽ വേണ്ട. നെക്സ്റ്റ്, കോർഡിനേഷൻ. ഓർഗനൈസേഷൻ ഇൻവോൾവ്സ് ഡിവിഷൻ ഓഫ് വർക്ക് എമോങ് പീപ്പിൾ. എഫേർട്ട് മസ്റ്റ് ബി കോർഡിനേറ്റ് ടു അച്ചീവ് എ കോമൺ ഗോൾ. നമ്മൾ ഓർഗനൈസേഷൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു കോമൺ ഗോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാം എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. 3 ടൈപ്പ് ഓർഗനൈസേഷൻ ഉണ്ട്. ഈ 3 ടൈപ്പ് ഓർഗനൈസേഷനിലും ഓരോ ഫ്ലോ ചാർട്ട് പഠിക്കാനുണ്ട്, അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും പഠിക്കാനുണ്ട്. എക്സാമിന്, പബ്ലിക് എക്സാമിന് ഷുവറായിട്ടും ക്വസ്റ്റ്യൻ വരുന്ന പോർഷനാണ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഇതുവരെയുള്ളത് വരില്ല എന്നുള്ളതല്ല, പക്ഷെ നിങ്ങൾക്ക് 7 മാർക്കിന് ഷുവറായിട്ടും ക്വസ്റ്റ്യൻ ഉറപ്പിക്കാവുന്ന പോർഷനാണ് എന്ത്, ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ 3 ടൈപ്പ് ഓർഗനൈസേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ, ലൈൻ ഓർ മിലിറ്ററി ഓർഗനൈസേഷൻ. സെക്കൻഡ് വൺ, ഫങ്ഷണൽ ഓർഗനൈസേഷൻ. തേർഡ് വൺ, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഇനി ഓരോ ഓർഗനൈസേഷനും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ലൈൻ ഓർ മിലിറ്ററി ഓർഗനൈസേഷൻ. അപ്പോൾ നിങ്ങൾ ഈ ഫ്ലോ ചാർട്ട് പഠിക്കണം. ഈ ഫ്ലോ ചാർട്ട് പഠിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഈ പേരുകളൊക്കെ ഒന്ന് വായിച്ചൊന്ന് പരിചയപ്പെടുക. ചീഫ് എഞ്ചിനീയർ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെ. ജൂനിയർ എഞ്ചിനീയർ, ഫോർമാൻ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ലൈൻ ഓർ മിലിറ്ററി ഓർഗനൈസേഷനിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന മേലുദ്യോഗസ്ഥനാണ് ആര്, ചീഫ് പ്രൊജക്ട് മാനേജർ. ചീഫ് പ്രൊജക്ട് മാനേജറുടെ താഴെ ചീഫ് എഞ്ചിനീയർ വരും. ഇനി ചീഫ് എഞ്ചിനീയറുടെ താഴെ റെസിഡൻറ്റ് എഞ്ചിനീയർ 1 ഉണ്ട്, റെസിഡൻറ്റ് എഞ്ചിനീയർ 2 ഉണ്ട്. ഈ റെസിഡൻറ്റ് എഞ്ചിനീയറുടെ കീഴിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വരും. ആ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ തന്നെ 1 ഉണ്ട് 2 ഉണ്ട്. അതിൽ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുടെ കീഴിൽ ആര് വരും, ജൂനിയർ എഞ്ചിനീയർ 1 ഉണ്ട്, ജൂനിയർ എഞ്ചിനീയർ 2 ഉണ്ട്. അതിൽ ഒരാളുടെ കീഴിൽ 2 ഫോർമാൻ ഉണ്ട്. ഫോർമാൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സൂപ്പർവൈസർ എന്നൊക്കെ പറയില്ലേ, എല്ലാം നോക്കി നടത്തുന്ന, അതന്നെ.